നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. എയ്ഡഡ് സ്കൂളുകളുടെ ഭാഗമായി പ്രീ പ്രൈമറിയെ അംഗീകരിച്ച് ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്ന് ജില്ലാ എയ്ഡഡ് പ്രീ പ്രൈമറി അധ്യാപക കൂട്ടായ്മ. യുക്തിരഹിതമായ ലോകത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ചീഫ് സെക്രട്ടറി വി വേണു. കോഴിക്കോട് വൻ ചാരായ വേട്ട. എട്ട് ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് മാർഗരേഖ വോട്ടർമാർ അറിയാൻ പ്രകാശനം ചെയ്തു. അഴിമതിയെ വ്യവസ്ഥാപിതമാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് CPM നേതാവ് തപൻ സെൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. എയ്ഡഡ് സ്കൂളുകളുടെ ഭാഗമായി പ്രീ പ്രൈമറിയെ അംഗീകരിച്ച് അധ്യാപകർക്ക് ഓണറേറിയവും ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്നും പ്രീ പ്രൈമറിയിലെ കുട്ടികൾക്ക് ഏകീകൃത സിലബസും പാഠ്യപദ്ധതിയും നടപ്പിലാക്കണമെന്നും ജില്ലാ എയ്ഡഡ് പ്രീ പ്രൈമറി അധ്യാപകരുടെ കൂട്ടായ്മ. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. അത് 2012 ആഗസ്റ്റിലാണ് ഒരു വർഷം പൂർത്തിയായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തൊട്ട മുന്നത്തെ മാസം പോലും ഗവൺമെന്റ് സ്കൂളിലേക്ക് പോയ ടീച്ചർമാർക്ക് ഒരു ആനുകൂല്യം കിട്ടുകയുണ്ടായി. അന്ന് മുതൽക്ക് എയ്ഡഡ് മേഖലയിലെ ടീച്ചർമാര് അവർക്ക് കൊടുക്കുന്ന അതേ ഓണറേറിയവും ആനുകൂല്യങ്ങളും വേണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ തലത്തിലും പല വിധത്തിലും കേസായിട്ടും എല്ലാം സമീപിച്ചെങ്കിലും നിങ്ങളെ പരിഗണിക്കാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ യാതൊരുവിധ ആനുകൂല്യമോ അല്ലെങ്കിൽ അനുകൂലമായ നടപടിയോ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. സർക്കാർ സ്കൂളുകളിലെ പ്രീ പ്രൈമറി അധ്യാപകർക്ക് 2012 മുതൽ സർക്കാർ ഓണറേറിയവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. സർക്കാർ സ്കൂളിലെ പ്രീ പ്രൈമറി കുട്ടികൾക്ക് ഏകീകൃത സിലബസും പാഠ്യപദ്ധതിയും ഉച്ചഭക്ഷണവും ലഭിക്കുന്നു. എന്നാൽ എയ്ഡഡ് സ്കൂൾ പ്രീ പ്രൈമറി അധ്യാപകരോടും വിദ്യാർത്ഥികളോടും എല്ലാ സർക്കാരുകളും തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നതെന്ന് കോഴിക്കോട് ജില്ലാ എയ്ഡഡ് സ്കൂൾ പ്രീ പ്രൈമറി അധ്യാപകരുടെ കൂട്ടായ്മ പറഞ്ഞു. എയ്ഡഡ് സ്കൂളുകളുടെ ഭാഗമായി പ്രീ പ്രൈമറിയെ അംഗീകരിച്ച് അധ്യാപകർക്ക് ഓണറേറിയവും മറ്റ് ആനുകൂല്യങ്ങളും അനുവദിക്കുക, പ്രീ പ്രൈമറിയിലെ കുട്ടികൾക്ക് ഏകീകൃത സിലബസും പാഠ്യപദ്ധതിയും നടപ്പാക്കുക, എല്ലാ കുട്ടികളെയും ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ പലവട്ടം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അധ്യാപകരും കുടുംബാംഗങ്ങളും പാർലമെന്റ് ഇലക്ഷൻ ബഹിഷ്കരിക്കുമെന്നും ഭാരവാഹികളായ പി വനജ, റംസീന, ഷാജില, പ്രജിന തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. യുക്തിരഹിതമായ ലോകത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുക്തിരഹിതമായ ലോകത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു പറഞ്ഞു. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹോട്ടൽ താമസ സൗകര്യം ഒരുക്കുന്ന ഓൺലൈൻ ശൃംഖലയ്ക്ക് ഒരു ഹോട്ടൽ പോലുമില്ല. ഏറ്റവും കൂടുതൽ ടാക്സി സൗകര്യം ഒരുക്കുന്നവർക്കും ഒരു ടാക്സി പോലും സ്വന്തമായില്ല. സങ്കീർണമായ സാങ്കേതിക വിദ്യയാണ് നമ്മുടെയൊക്കെ ചിന്തകൾക്കപ്പുറത്തേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പുതിയ പ്രസിഡന്റായി കെ ആനന്ദമണിയും മറ്റ് ഭാരവാഹികളും സ്ഥാനമേറ്റു. He really wanted to come, but as we all know, in spite of the hectic work schedules now, as the election is round the corner, for a second he was slightly hesitant. He looked down to his calendar and told, "Mani, the only door I can open to window open for you is 16th of April.
are you ready to wait till that? I said, I am okay. But hold on. Do not communicate to anybody or do not take it as a confirmation. നെതർലാൻഡ്സിലെ സിഗ്നിഫൈഡ് ചീഫ് ഡിജിറ്റൽ ആൻഡ് ഇൻഫർമേഷൻ ഓഫീസർ ടോണി തോമസ് മുഖ്യാതിഥിയായി. കെ ആനന്ദമണി, CMA മുൻ പ്രസിഡന്റ് TN സുജിത് കുമാർ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം CM പ്രദീപ് കുമാർ, ശ്രീനാഥ് മൂർച്ചിലോട്ട്, രവി ചന്ദ്രശേഖർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികൾ കെ ആനന്ദമണി പ്രസിഡന്റ്, ശ്രീനാഥ് മൂർച്ചിലോട്ട്, കെ നൌഷാദ് വൈസ് പ്രസിഡന്റ്, രവി ചന്ദ്രശേഖർ സെക്രട്ടറി, മാനുവൽ ആന്റണി ജോയിന്റ് സെക്രട്ടറി, PM ശ്യാംനാഥ് ട്രഷറർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട്ട് വൻ ചാരായ വേട്ട. 200 ലിറ്റർ ചാരായവും 1200 ലിറ്റർ വാഷും പിടികൂടി. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ T രാജീവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പാവങ്ങാട് മുരിക്കത്തറമ്മൽ ശരത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. കോഴിക്കോട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ T രാജീവിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് എക്സൈസ് സർക്കിൾ പാർട്ടിയും എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും പാവങ്ങാട് KSRTC ഡിപ്പോയ്ക്ക് പടിഞ്ഞാറ് വശത്തുള്ള കീഴ്വലത്ത് താഴത്ത് മുതിരയ്ക്കത്തറമ്മൽ ശശി മകൻ ശരത്ത് എന്നയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 200 ലിറ്റർ ചാരായവും 1200 ലിറ്റർ വാഷും പിടികൂടി. ശരത്തിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വിഷു, ലോക്സഭാ ഇലക്ഷൻ എന്നിവയോടനുബന്ധിച്ച് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഇയാൾ വൻതോതിൽ ചാരായം വാറ്റുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ ശരത്തിനെ ഒരാഴ്ചയോളമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. വീടിന്റെ സ്റ്റെയർ റൂമിനകത്ത് പ്രത്യേകം സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് ഇയാൾ ചാരായം വാറ്റിയിരുന്നത്. ഇവിടെ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സ്റ്റൗകൾ, സിലിണ്ടറുകൾ, പാത്രങ്ങൾ തുടങ്ങിയ വാറ്റുപകരണങ്ങളും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ഇയാളുടെ വീട്ടിൽ നിന്ന് എക്സൈസ് സംഘം കണ്ടെത്തിയ ഔഷധ ഗുണമുള്ള അങ്ങാടി മരുന്നുകൾ ഉപയോഗിച്ച് വാറ്റിയ ചാരായം ലിറ്ററിന് 1000 രൂപ നിരക്കിലും സാധാരണ ചാരായം ലിറ്ററിന് 700 രൂപ നിരക്കിലുമാണ് വിൽപ്പന നടത്തിയിരുന്നത്. പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഹാരിസ് M, എക്സൈസ് IBയിലെ പ്രിവന്റീവ് ഓഫീസർ പ്രവീൺ കുമാർ K, പ്രിവന്റീവ് ഓഫീസർ ഷാജു CP, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രസൂൺ കുമാർ, വിനു VV, അഖിൽ AM, സതീഷ് PK, ചിത്തു, ലിനീഷ് K, വനിതാ സിവിൽ ഓഫീസർ ഷൈനി BN, എക്സൈസ് ഡ്രൈവർ ബിനീഷ് MM എന്നിവർ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 8 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് മാർഗരേഖ വോട്ടർമാർ അറിയാൻ പ്രകാശനം ചെയ്തു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ K ബൈജുനാഥ് ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് P മോഹനകൃഷ്ണന് നൽകി പ്രകാശനം നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം, വോട്ടർ കരുതേണ്ട രേഖകൾ, വോട്ടേഴ്സ് സ്ലിപ്പ്, വോട്ടിംഗ് നടപടിക്രമങ്ങൾ, വോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്തു ചെയ്യും, ആരെങ്കിലും വോട്ട് ചാലഞ്ച് ചെയ്താലുള്ള നടപടിക്രമങ്ങൾ, മറ്റാരെങ്കിലും നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയാൽ എന്തു ചെയ്യണം, പരാതിയുണ്ടെങ്കിൽ ആരെ സമീപിക്കണം, ആർക്കൊക്കെ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കാം, ഒരു വോട്ടർ തീർച്ചയായും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ തുടങ്ങി സാധാരണ വോട്ടർമാർ അറിഞ്ഞിരിക്കേണ്ട 25 വസ്തുതകൾ കൃത്യമായി പ്രതിപാദിക്കുന്നതാണ് പ്രൊഫസർ വർഗീസ് മാത്യു തയ്യാറാക്കിയ വോട്ടർമാർ അറിയാൻ എന്ന കൈപ്പുസ്തകം. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ പാരാ ലീഗൽ വളണ്ടിയറും കോഴിക്കോട് എരഞ്ഞിപ്പാലം സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പലുമാണ് ലേഖകൻ. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുഗു, കന്നഡ, ബംഗാളി, ഉറുദു എന്നീ 8 ഭാഷകളിലാണ് തെരഞ്ഞെടുപ്പ് മാർഗരേഖ പ്രസിദ്ധീകരിക്കുന്നത്. ജില്ലാ കോടതി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മാർഗരേഖ പുറത്തിറക്കി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ K ബൈജുനാഥ് ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് P മോഹനകൃഷ്ണന് നൽകി മാർഗരേഖ പ്രകാശനം ചെയ്തു. ഒന്ന് ഭരണഘടന, രണ്ടാമത്തെ ജുഡീഷ്യറി, മൂന്നാമത്തത് ഇൻഡിപെൻഡന്റായ ഇലക്ഷൻ കമ്മീഷൻ. ഇത് മൂന്നും ആണ് നമ്മുടെ ഭാരതത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിനെ ഓട്ടം തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ജനാധിപത്യ സംവിധാനത്തിൽ അതിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് എന്നാണ്. ഡിസ്ട്രിക്ട് ജഡ്ജി MACT രാജേഷ് K അധ്യക്ഷനായിരുന്നു. ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി MP ഷൈജൽ, കാലിക്കറ്റ് ബാർ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി മിഥിലി മോഹൻ, സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് മാത്യു, KB വിനോദ് കുമാർ എന്നിവരും സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അഴിമതിയെ വ്യവസ്ഥാപിതമാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം തപൻ സെൻ. കോഴിക്കോട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Income, I have told, and the inequality has reached an obscene level, and it was further substantiated by the latest report by an reputable international agency with the association of IL, that India happened to become the most unequal country of the most income inequality. രാജ്യത്തെ അന്വേഷണ ഏജൻസികളെയും ധനകാര്യ സ്ഥാപനങ്ങളെയും അഴിമതി നടത്താനുള്ള മറയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിലെ സഹകരണ മേഖലയിലെ അഴിമതിയെക്കുറിച്ച് പറയാൻ യാതൊരു അർഹതയുമില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം തപൻ സെൻ. അഴിമതിയെ വ്യവസ്ഥാപിതമാക്കിയ പ്രധാനമന്ത്രിയാണ് മോദി. ഇലക്ടറൽ ബോണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ്. പ്രതിപക്ഷ നേതാക്കളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുമ്പോൾ BJP നേതാക്കൾ ഉൾപ്പെട്ട കേസുകൾ കോൾഡ് സ്റ്റോറേജിലാണ്. സഹകരണ മേഖലയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തക്ക നടപടികൾ ഇവിടെ തന്നെ കൈക്കൊണ്ടിട്ടുണ്ടെന്നും തപൻ സെൻ പറഞ്ഞു. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോഴും മൃദു ഹിന്ദുത്വ സമീപനമാണ് സ്വീകരിക്കുന്നത്. നിർണായക ഘട്ടങ്ങളിലെല്ലാം അവർ പാർലമെന്റിൽ മൗനം പാലിച്ചുവെന്ന് തപൻ സെൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. LDF കോഴിക്കോട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. LDF പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം കോഴിക്കോടിന്റെ വികസനവും ലക്ഷ്യമിടുന്ന പ്രകടന പത്രികയാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രകാശനം ചെയ്തത്. സാമാന്യം സമഗ്രമായ ഒരു പ്രകടന പത്രികയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി CPIM-ന്റെ പ്രകടന പത്രിക ഡൽഹിയിൽ പ്രകാശിപ്പിക്കപ്പെട്ടതാണ്. മതനിരപേക്ഷ തത്വങ്ങളും ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കാൻ വിട്ടുവീഴ്ചയില്ലാതെ പോരാടും. കോഴിക്കോട് IT ടൗൺഷിപ്പ് സ്ഥാപിക്കാൻ മുൻകൈയെടുക്കും. മാവൂർ ഗ്രാസിം ഭൂമിയിൽ പരിസ്ഥിതി സൗഹൃദ സംരംഭം ആരംഭിക്കാൻ മുൻകൈയെടുക്കും. എഡ്യൂക്കേഷൻ ഹബ്ബായി കോഴിക്കോടിനെ മാറ്റും. യുവതീയുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് നോളജ് ഇക്കോണമി മിഷനുമായി ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിക്കും. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തമാക്കും. ബേപ്പൂരിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് യാത്രാ ചരക്ക് കപ്പലുകൾ പുനരാരംഭിക്കാൻ സമ്മർദ്ദം ചെലുത്തും. കോഴിക്കോട് വിമാനത്താവളം പൊതുമേഖലയിൽ നിലനിർത്തി വികസിപ്പിക്കും തുടങ്ങിയവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. LDF പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന പ്രകാശന ചടങ്ങിൽ PK നാസർ അധ്യക്ഷത വഹിച്ചു. M മെഹബൂബ്, A പ്രദീപ് കുമാർ, P കിഷൻ ചന്ദ്, MP സൂര്യനാരായണൻ, K അബ്ദുള്ള, OP അബ്ദുറഹിമാൻ, സ്വാലിഹ് ശിഹാബ് തങ്ങൾ, ബഷീർ വടേരി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകരയിൽ ക്വാസ ലിബറം ടെക് ഫെസ്റ്റ് 11ാം എഡിഷൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കോളേജ് അധികൃതർ പറഞ്ഞു. ഏപ്രിൽ 18, 19, 20 തീയതികളിലായാണ് നാഷണൽ ലെവൽ ടെക്നിക്കൽ ഫെസ്റ്റിവൽ പരിപാടികൾ നടക്കുന്നത്. എല്ലാ വർഷവും നടന്നു വരുന്ന ഒരു ഇവന്റ് ആണ് ക്വാസോ ലിബറം എന്ന് പറയുന്നത്. ഞങ്ങളുടെ കോളേജിന്റെ നാഷണൽ ലെവൽ ടെക് ഫെസ്റ്റ് ആണ് ക്വാസോ ലിബറം. ഈ വർഷം ക്വാസോ ലിബറത്തിന്റെ 11ാമത്തെ എഡിഷൻ ആണ് നടക്കുന്നത്. 18, 19, 20 ഈ ദിവസങ്ങളിലാണ് നമ്മുടെ ക്വാസോ ലിബറം 11 നടക്കുന്നത്. ഇന്ന് മുതൽ മാഗ്നത്തോൺ, അതായത് IEEE നടത്തുന്ന ഒരു 24-hour ഹാക്കത്തോൺ ആണ്. അതിന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് നാളെ ഒരു 8:30 വരെ ഉണ്ടാവും. അതിനുശേഷം 3:30 വരെ പാനൽ ഡിസ്കഷനും ബാക്കി പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ഉണ്ടാവുക. നാളെ മെയിനായിട്ട് വരുന്നത് ഒരു കോൺക്ലേവ് ആണ്. കോൺക്ലേവ് എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ കോൺക്ലേവ് ആണ് നമ്മൾ വിചാരിക്കുന്നത്. അത് IEDC നടത്തുന്ന ഒരു ഇവന്റ് ആണ്.
ഏകദേശം 100ഓളം വിദ്യാർത്ഥികൾ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ കോൺക്ലേവ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എന്തൊക്കെയാണ് പോരായ്മകൾ എന്ന് കണ്ടുപിടിച്ചിട്ട് പുതിയതായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നതാണ് ഈ എഡ്യൂക്കേഷണൽ കോൺക്ലേവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏപ്രിൽ 18 വൈകിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എം നസീർ ക്വാസ ലിബറം പരിപാടി ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം കാതൽ സുധി, ഫ്രീ ഫോളിൽ ഗിസ് വേൾഡ് റെക്കോർഡ് വിന്നറും കോളേജ് അലുമിനിയുമായ ജിതിൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന എഡ്യൂക്കേഷൻ കോൺക്ലേവും നടത്തി. ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി 20ഓളം ശില്പശാലകളും സാങ്കേതിക വിജ്ഞാന മത്സരങ്ങളും നടക്കും. മത്സര വിജയികൾക്കായി 4 ലക്ഷത്തോളം രൂപയുടെ പ്രൈസ് മണിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ അധ്യാപകരായ രാജേഷ് ടി പി, രോഹിത് റാം, കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ സ്റ്റാനി പി ടി, ജിഷ്ണു സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അത്യപൂർവവും ഉത്തര കേരളത്തിൽ ആദ്യത്തേതുമായ ഫ്രോസൺ എലഫന്റ് ട്രങ്ക് സർജറി കോഴിക്കോട് ആസ്റ്റർ മിംസിൽ വിജയകരമായി പൂർത്തിയാക്കിയതായി ആശുപത്രി അധികൃതർ. കോഴിക്കോട് ചാത്തമംഗലം പായൂരിലെ അബ്ദുൾ സലാമാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. ഹൃദയധമനികളിലെ തകരാറ് എമിലോ വാസ്കുലർ സ്റ്റെന്റിങ്ങിലൂടെ മറ്റൊരു ആശുപത്രിയിൽ നിന്നും ചികിത്സിച്ച് ആഴ്ചകൾ പിന്നിട്ടപ്പോഴാണ് രോഗിക്ക് മഹാധമനിയിൽ പുതുതായി അനൂറിസം രൂപപ്പെടുകയും ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന മഹാധമനിയും തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളും പൊട്ടാറായ അവസ്ഥയിലുമായത്. ഈ സ്ഥിതിയിലാണ് രോഗി മിംസ് ആശുപത്രിയിൽ എത്തിയത്. അടിയന്തര ശസ്ത്രക്രിയ നടത്തി അനൂറിസം ബാധിച്ച മഹാധമനിയും തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളും മാറ്റിവെച്ചില്ലെങ്കിൽ രോഗിയുടെ ജീവൻ അപകടത്തിൽപ്പെടുന്ന അവസ്ഥയിൽ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വിജയശതമാനം ഏറ്റവും കുറവുള്ള ഫ്രോസൺ എലഫന്റ് ട്രങ്ക് എന്ന സർജറി നടത്തുകയായിരുന്നുവെന്ന് മിംസ് CEO ലുക്മാൻ പൊന്മാടത്ത് പറഞ്ഞു. സാമ്പത്തികമായി ഏറെ ചിലവ് വരുന്ന ഈ സർജറി നടത്താൻ ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ, വാർഡ് മെമ്പർ EB വത്സല, തുഫൈൽ PT, TKC ബഷീർ, അജ്മൽ തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൂട്ടായ്മ രൂപീകരിച്ച് പണം സമാഹരിച്ചു. ഇത്തരം ചികിത്സകൾക്ക് ആവശ്യമായ എല്ലാ സാമ്പത്തിക സഹായവും ആസ്റ്റർ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും നൽകാറുണ്ടെന്നും മിംസ് CEO ലുക്മാൻ പൊന്മാടത്ത് കൂട്ടിച്ചേർത്തു. മിംസിന്റെ സേവനം വാക്കുകളിൽ ഒതുക്കാവുന്നതല്ലെന്നും തന്റെ ജീവിതത്തിലൂടെ താൻ നേർസാക്ഷിയാണെന്നും ശസ്ത്രക്രിയയെ അതിജീവിച്ച അബ്ദുൾ സലാം പറഞ്ഞു. ഡോക്ടർ ബിജോയുടെ നേതൃത്വത്തിലുള്ള സർജറി വിഭാഗവും ഡോക്ടർ സൽമാൻ സലാഹുദ്ദീൻ നേതൃത്വം നൽകുന്ന കാർഡിയോളജി വിഭാഗം, ഡോക്ടർ സുനിൽ രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന വാസ്കുലാർ സർജറി വിഭാഗം, ഡോക്ടർ സുജാതയുടെ നേതൃത്വത്തിലുള്ള അനസ്തേഷ്യ വിഭാഗം, പരിചയസമ്പന്നരായ നഴ്സുമാർ അടങ്ങിയ മെഡിക്കൽ ടീം എന്നിവരാണ് അപൂർവമായ ശസ്ത്രക്രിയ വിജയിപ്പിച്ചത്. വാർത്താസമ്മേളനത്തിൽ ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ, CMS അബ്രഹാം മാമൻ, ഡോക്ടർ ബിജോയ് ജേക്കബ്, ഡോക്ടർ സൽമാൻ സലാഹുദ്ദീൻ, ഡോക്ടർ സന്ദീപ് മോഹനൻ, ഡോക്ടർ സുജാത തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജയ് ഗണേശ് എന്ന തന്റെ സിനിമയുടെ പേര് പലവിധ തെറ്റിദ്ധാരണകൾക്കും കാരണമായി മാറിയെന്നും അതിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്നും സംവിധായകൻ രഞ്ജിത്ത് ശേഖർ കോഴിക്കോട് പ്രസ് ക്ലബിൽ മീറ്റ് ദ ക്രൂ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മളൊരു പോസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കമന്റ്സും സിനിമ കാണാതെയാണ് ഓബിയസ്ലി അത് വരുന്നത്. പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിലൊരു യാഥാർത്ഥ്യം. പക്ഷെ സിനിമ നല്ല രീതിയിൽ ആളുകൾ കാണുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് പറഞ്ഞ പോലെ ഒരു വീൽ ചെയർ കോണ്ടായിട്ടുള്ളൊരു കഥാപാത്രമാണ്. അതുകൊണ്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഫീഡ്ബാക്ക് വരുന്നുണ്ട്. കാരണം അവരുടെ ഒരു റെപ്രസെന്റേഷൻ വന്നിട്ടുണ്ട്. തെറ്റിദ്ധരിച്ച ആളുകളെ കുറ്റം പറയാൻ പറ്റില്ല. സംശയം സ്വാഭാവികമാണ്. വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഫിലിം ചേംബറിൽ ഈ സിനിമയുടെ പേര് രജിസ്റ്റർ ചെയ്തിരുന്നു. അക്കാര്യം ഫേസ്ബുക്കിലും വിശദീകരിച്ചിരുന്നു. പലരും സിനിമ കാണാതെയാണ് അഭിപ്രായം പറയുന്നത്. ഇതൊരു എന്റർടൈനർ ലെവലിലുള്ള സിനിമയാണ്. കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമ ചെയ്യുക എന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. കുട്ടികളുടെ നല്ല ചിത്രം മലയാളത്തിൽ വന്നിട്ട് കാലങ്ങളായി. വിദേശ സിനിമകളുടേതുപോലെ
ടെക്നോളജിയും സ്പീഡും ത്രില്ലുമുള്ള സിനിമ ഉണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ചോട്ടാ ഭീം, തോർ കഥാപാത്രങ്ങളെ പോലെയുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമയാണ് തൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ജയ് ഗണേഷ് ഒരു കാർട്ടൂൺ കഥാപാത്രമാണ്. ജയ് ഗണേഷ് എന്ന പേര് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പേരെന്നും തനിക്ക് ഇപ്പോഴും തോന്നുന്നതെന്നും സംവിധായകൻ പറഞ്ഞു. ജയ് ഗണേഷിലെ നായകൻ ഭിന്നശേഷിയുള്ള ഒരാളായതിനാൽ തന്നെ വീൽ ചെയറിൽ ഉള്ള കമ്മ്യൂണിറ്റിയെ നല്ല രീതിയിൽ പ്രതിനിധീകരിക്കാൻ പറ്റി എന്നത് സന്തോഷം തരുന്നു. വാർത്താ സമ്മേളനത്തിൽ ജയ് ഗണേഷ് കോമിക് ആർട്ടിസ്റ്റ് ബാലു, പ്രസ് ക്ലബ് പ്രസിഡന്റ് എം ഫിറോസ് ഖാൻ, സെക്രട്ടറി PS രാഗേഷ് പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മറ്റെല്ലാ ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമായി ശുദ്ധമായ പാലിൽ നിന്നാണ് വെസ്റ്റ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതെന്ന് വെസ്റ്റ ഐസ്ക്രീം മാനേജിംഗ് ഡയറക്ടർ MP ജാക്സൺ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നതിനോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐസ്ക്രീം വിപണിയിൽ വൈറ്റ് ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ച് വെസ്റ്റ ഐസ്ക്രീം. കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരവും വെസ്റ്റ ഐസ്ക്രീം ബ്രാൻഡ് അംബാസിഡറുമായ കല്യാണി പ്രിയദർശൻ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി. ഇന്ത്യൻ വിപണിയിൽ ഇതാദ്യമായാണ് വൈറ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ഐസ്ക്രീം വെച്ച് ഷൂട്ട് ചെയ്തപ്പോൾ ട്രൈ ചെയ്തു. So yummy. I like it more than vanilla. I will say that. And I just think they did a fab job. I think it's going to be a great product. I love ice cream, so I think that's. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി കേരളത്തിൽ പാലുൽപ്പന്നങ്ങളും കാലിത്തീറ്റയും നിർമ്മിക്കുന്ന KSC ലിമിറ്റഡിന്റെ ഉൽപ്പന്നമാണ് വെസ്റ്റ. മറ്റെല്ലാ ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമായി ശുദ്ധമായ പാലിൽ നിന്നാണ് ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതെന്ന് വെസ്റ്റ ഐസ്ക്രീം മാനേജിംഗ് ഡയറക്ടർ MP ജാക്സൺ പറഞ്ഞു. 15 വ്യത്യസ്ത രുചികളിലുള്ള 1 ലിറ്റർ പാക്കറ്റ് വെസ്റ്റ ഐസ്ക്രീം ഇപ്പോൾ ലഭ്യമാണ്. കൂടാതെ സ്റ്റിക്കുകൾ, കോൺ, സൺഡേ, ഫണ്ട, ബൾക്ക് പാക്കറ്റ്, കസാറ്റ, സിപ്പപ്പുകൾ തുടങ്ങിയ വൈവിധ്യമായ ഐസ്ക്രീം രുചികളിലും വെസ്റ്റ ഇപ്പോൾ വിപണികളിൽ ലഭ്യമാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന ഉപഭോക്താക്കളുടെ ആവശ്യപ്രകാരം യൂണിറ്റുകൾ വ്യാപിപ്പിക്കാൻ പദ്ധതിയിടുന്നുവെന്ന് വെസ്റ്റ ഐസ്ക്രീം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോൾ ഫ്രാൻസിസ് പറഞ്ഞു. വെസ്റ്റ ബ്രാൻഡുകളുടേതായി ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന ഐസ്ക്രീം ഉൾപ്പെടെയുള്ള എല്ലാ പാലുൽപ്പന്നങ്ങളും കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന ഗുണമേന്മയുള്ള പാലിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും വ്യാപിച്ചു കിടക്കുന്ന KSC കാലിത്തീറ്റ കർണാടകയിലേക്കും വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എയ്ഡഡ് സ്കൂളുകളുടെ ഭാഗമായി പ്രീ പ്രൈമറിയെ അംഗീകരിച്ച് ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്ന് ജില്ലാ എയ്ഡഡ് പ്രീ പ്രൈമറി അധ്യാപക കൂട്ടായ്മ. യുക്തിരഹിതമായ ലോകത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ചീഫ് സെക്രട്ടറി V വേണു. കോഴിക്കോട് വൻ ചാരായ വേട്ട. എട്ട് ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് മാർഗരേഖ വോട്ടർമാർ അറിയാൻ പ്രകാശനം ചെയ്തു. അഴിമതിയെ വ്യവസ്ഥാപിതമാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് CPM നേതാവ് തപൻ സെൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.